കുമാർ, അച്ഛാ ഇങ്ങ് അടുത്ത് വരൂ. നീ നിന്റെ അച്ഛനെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? മനുഷ്യർ പരസ്പരം സഹായിച്ചില്ലെങ്കിൽ പിന്നെ മനുഷ്യനെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? സോ മൈ ബോയ്സ്, the letter problem is over. താങ്ക് യു. ചേട്ടൻ നന്നായിട്ട് മാനേജ് ചെയ്തു. മിണ്ടിപ്പോയി. നീ ലെറ്റർ അയച്ചോ? അയച്ചു. നീണ്ട ആലോചനയ്ക്ക് ശേഷമാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടന്നാൽ വിധി എന്ന വാക്കിന് എന്താണ് അർത്ഥം? നമ്മൾ തമ്മിലുള്ള ഒരു ജീവിതം എന്റെ വീട്ടുകാർ അംഗീകരിക്കുകയില്ല. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എനിക്കതിന് മറുപടിയില്ല. നിനക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുന്നതിന് ഞാൻ ഒരിക്കലും തടസ്സമാവുകയില്ല. ഏത് തെറ്റിനും പരിഹാരമുണ്ട്. ഞാൻ ചെയ്ത തെറ്റിന് നിനക്ക് എത്ര രൂപ വേണം? അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ. നിനക്ക് ചിലവിന് എത്ര രൂപ വേണം? 500 രൂപ. 1000 രൂപ എടുത്തോളൂ. വേണ്ട, 500 മതി. 1000 എടുത്തോ. എന്തെങ്കിലും ചിലവ് കാണും. ഓ, ഗുഡ് ഈവനിങ് മേനൻ സാർ. ഗുഡ് ഈവനിങ് മിസ് മേനൻ. കുമാർ കോളേജിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണല്ലേ? അതെ. ശ്രീകുമാർ അല്ലേ? അതെ. നീ എന്താ വൈകിയത്? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇതാച്ചാ. മിസ്റ്റർ മേനോൻ, ഇക്കൊല്ലത്തെ ഏറ്റവും സമർത്ഥനായ NCC കേഡറ്റിനുള്ള സമ്മാനമാണ്. ഒരു പട്ടാളക്കാരന്റെ ജീവിതത്തിൽ വളരെ അപൂർവമായി കിട്ടാറുള്ളൊരു ബഹുമതിയാണ്. അവന്റെ രാജ്യസ്നേഹം, കർമ്മധീരത, സത്യസന്ധത, കർത്തവ്യബോധം എന്നിവയ്ക്ക് കിട്ടുന്ന അംഗീകാരമാണ്. ഇതെന്റെ മകനെ ഞാൻ അണിയിക്കുന്നു. മേപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ ഭഗവാൻ ഇഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണ് എന്നല്ലേ പ്രമാണം? അല്ലേ മേജർ സാറേ?